പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടന്നെന്ന് പരാതി. മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം.പി. യോഗത്തിൽ പങ്കെടുത്തുവെന്നും ആരോപണം. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായാണ് ഗ്രൂപ്പ് യോഗം വിളിച്ചതെന്നും പരാതിയിലുണ്ട്. ഗ്രൂപ്പ് പ്രവർത്തനവും ഏകാധിപത്യ പ്രവണതയും സംഘടനയുടെ ഐക്യത്തെ ബാധിക്കുമെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് ജില്ലാ പ്രസിഡന്റിന്റെ വാദം. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, ഈ പാലക്കാട് യൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് അത് കുറച്ച് നാളുകളായി തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഈ ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടന്നെന്ന് പറയുന്നു. ഷാഫി പറമ്പിൽ എം.പിയും യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇക്ബാൽ? ഈ യൂത്ത് കോൺഗ്രസിനകത്തെ ഈ ഗ്രൂപ്പ് പോര് വലിയ രീതിയിൽ പാലക്കാട്ടെ കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വേളയിൽ യൂത്ത് കോൺഗ്രസിനകത്തെ ഇത്തരം ഗ്രൂപ്പിസം അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് പോര് അത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ദോഷകരമാവുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിനെതിരെ ഗുരുതര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില പ്രവർത്തകർ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. അതായത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം യോഗം വിളിക്കുകയും പക്ഷേ ഈ യോഗത്തിലേക്ക് പ്രത്യേകം എ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പരാതിക്കാർ ഉന്നയിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ നിന്ന് മനഃപൂർവ്വം ചില ആളുകൾ തങ്ങളെ ഒഴിവാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇത്തരത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെ പേര് ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരാതി ദേശീയ അധ്യക്ഷനായ ബി.വി. ശ്രീനിവാസന് കൈമാറിയിട്ടുള്ളത്. മാത്രമല്ല പ്രവർത്തകർ ഗുരുതരമായി ആരോപിക്കപ്പെടുന്നത് ഷാഫി പറമ്പിൽ എം.പി. ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. ഈ സംഘടനയ്ക്കകത്തെ ഇത്തരം ഗ്രൂപ്പ് പോരുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് ഷാഫി പറമ്പിൽ എം.പി. പോലെയുള്ള മുൻ സംസ്ഥാന നേതാക്കൾ. പക്ഷേ അവർ തന്നെ ഈ ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുകയും ആ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതും വലിയ രീതിയിൽ തെറ്റായ ഒരു പ്രവണത ഉണ്ടാക്കും. അതുമാത്രമല്ല അത് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലൊരു ഭിന്നിപ്പും ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന ഈ വേളയിൽ അത് സംഘടനയ്ക്കും അതുപോലെ തന്നെ പാർട്ടിക്കും വലിയ രീതിയിൽ ദോഷകരമാവും. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഏകാധിപത്യ പ്രവണതകളും ഒരിക്കലും അംഗീകരിച്ചുകൂടാ. ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളായ മുഹമ്മദ് ഷഫീഖ്, അരുൺകുമാർ പാലക്കുറിശ്ശിയും അതുപോലെ തന്നെ ജില്ലാ നേതാക്കളായിട്ടുള്ള ഇ.കെ. മുഹമ്മദ് ജസീൽ, ഗിസാൻ മുഹമ്മദ് എന്നിവർ ദേശീയ അധ്യക്ഷനായ ബി.വി. ശ്രീനിവാസന് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ പരാതി പരിപൂർണമായും അടിസ്ഥാനരഹിതമാണ്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിച്ചിരുന്നു. പക്ഷേ ആ യോഗത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഈ ജില്ലാ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിച്ചിരുന്നു. പ്രത്യേകം ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളൊന്നും പാലക്കാട് ജില്ലയ്ക്കകത്തെ യൂത്ത് കോൺഗ്രസിനകത്തില്ല. ഇത്തരം പരാതികൾ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ പരാതിക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരാതികൾ ദേശീയ നേതൃത്വത്തിന് കൈമാറിയെന്ന കാര്യം തങ്ങൾക്ക് അറിവില്ല. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ടെന്നും ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കെ.എസ്. ജയഘോഷ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു പരാതി കെ.എസ്. ജയഘോഷിനെതിരെ ദേശീയ നേതൃത്വത്തിന് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ജില്ലാ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് എ ഗ്രൂപ്പ് പ്രവർത്തകരെ മാത്രം ക്ഷണിച്ചിരുന്നുള്ളൂ എന്നാണ്. മറ്റുള്ള പ്രവർത്തകരെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പരാതിക്കാരുടെ തീരുമാനം. ഓക്കെ, വ്യക്തമാണ്. പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടന്നെന്നാണ് പരാതി. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.